ഇന്നൊരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കും നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. ഇത് ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലിയാത്ത ബീഫിൽ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതായത് വലിയ ജീരകം പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 8 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഞാനിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ആരും ബീഫ് വേവിക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാറില്ല. ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 കപ്പിൻ്റെ അടുത്ത്. എനിക്ക് പേടിയാണ് ഇനി അടിയിൽ പിടിച്ച് പോകുന്നുള്ളത്, അതുകൊണ്ട് ഒരു ധൈര്യത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ വെള്ളം കൂടിയാലും നമുക്ക് വറ്റിച്ചെടുക്കാമല്ലോ, അടിയിൽ പിടിച്ചാൽ ആകെ പ്രശ്നമല്ലേ. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 8 മുതൽ 10 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന ബീഫിനൊക്കെ ഒത്തിരി വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിസിൽ വരുത്തിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു 10 വിസിൽ വന്ന ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം ഞാനിത് അവിടെ നിന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് വെള്ളം വെക്കുന്നത്, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം നമ്മൾ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്ത ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലെ വെള്ളം മുഴുവനായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു 3-3.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡാർക്ക് കളറായിട്ട് വരുന്ന നമ്മുടെ ബീഫ്. അപ്പോൾ ബീഫ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വീണ്ടും നിങ്ങൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ബീഫ് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ എല്ലാം ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇനി ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 4 കൊണ്ടാട്ടം മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 4 എണ്ണം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു 5-6 വറ്റൽമുളക് കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ടോ. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സവാളയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. നമ്മുടെ കൊണ്ടാട്ട മുളകിൽ നന്നായിട്ട് തന്നെ ഉപ്പുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ ഈ കൊണ്ടാട്ട മുളകിൽ ഉപ്പും പിന്നെ നമ്മൾ ഇതിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായിരിക്കും. അപ്പോൾ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സവാള നല്ല ഗോൾഡൻ കളറിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കൊണ്ടാട്ട മുളകും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് ഒരു 1-2 മിനിറ്റ് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് 1-2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 8 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പച്ചമുളക് അവസാനം ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും.
പിന്നെ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. നമ്മൾ കൊണ്ടാട്ടം മുളക് ചേർത്തിട്ടുണ്ട്, അതിന് നല്ല എരിവാണ്. അതുപോലെ തന്നെ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്, അതിനും എരിവാണ്. പിന്നെ അവസാനമായിട്ട് നമ്മളിതിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അതിനും നല്ലൊരു എരിവാണ്. പിന്നെ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്തും എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, അതും ഏകദേശം 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അവസാനം ഈ പച്ചമുളക് ചേർത്താലുണ്ടല്ലോ അടിപൊളിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊണ്ടാട്ടം ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എപ്പോഴെങ്കിലുമൊക്കെ ബീഫ് വാങ്ങിച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.